Hello developers, welcome to a new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ലാപ്ടോപ്പ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ സിസ്റ്റം ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആണ് നോക്കാൻ പോകുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആപ്പാണ് aide. ഓക്കെ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും aide ആപ്പ്. നമുക്ക് എന്താണ് അത് ആൻഡ്രോയിഡ് ഡിവൈസിലൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോലെയാണത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് അല്ല, ബട്ട് സിമ്പിൾ ആപ്സ്. നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇതിൽ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആപ്സൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്തതിൽ എങ്ങനെ ഒരു സിമ്പിൾ ആപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ വന്നൊരു ഇൻ്റർഫേസ് ഇതാണ്. ഓക്കെ, ജാവ ആൻഡ്രോയിഡ് ആപ്പൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ട്യൂട്ടോറിയൽ പോലെ നമുക്ക് എന്താണ് ഓരോന്ന് ഗൈഡ് ചെയ്തിട്ട് എങ്ങനെ റൺ ചെയ്യുക, അങ്ങനെ കോഡ് ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് കാണിക്കുന്ന ഒരു ഇതാണ്. ബട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താ ചെയ്യുക, ബാക്ക് അടിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കോഡ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊരു സിമ്പിൾ കൗണ്ടർ ആപ്പ് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ നെയിം കൗണ്ടർ എന്ന് കൊടുക്കുക. ഇതുപോലെ നമ്മൾ പുതിയ പ്രൊജക്റ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്യൽ. ഓക്കെ, പാക്കേജ് നെയിം ഞാൻ തൽക്കാലം മാറ്റണില്ല. പാക്കേജ് നെയിം അങ്ങനെ കിടന്നോട്ടെ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉള്ള പോലെ തന്നെ സെയിം സംഭവമാണ്. main.xml ഉണ്ടാവും, നമ്മൾ മെയിൻ ആക്ടിവിറ്റി ഉണ്ടാവും. ഓക്കെ, സെയിം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. ജാവയിൽ കോട്ട്ലിൻ പറ്റില്ല, ജാവയിൽ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒക്കെ സെയിം സംഭവമാണ്. നമുക്കവിടെ നമ്മളെ പ്രിവ്യൂ കാണാൻ പറ്റും, ഡിസൈൻ കാണാൻ പറ്റും. ആ ഒരു ഇമേജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു നമ്മളെ പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ, അതായത് നമ്മളെ ഫോൾഡേഴ്സ്, റിസോഴ്സ് ഫോൾഡർ, ലേഔട്ട് ഫോൾഡർ, നമ്മളെ ജാവ ഫോൾഡറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ കൗണ്ടർ ആപ്പ് എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ പറ്റും. നമ്മുടെ ലേഔട്ട് ഫോൾഡറും അതുപോലെ റിസോഴ്സ് ഫോൾഡറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സിമ്പിൾ കൗണ്ടർ ആപ്പ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മളെ ബേസിക് ആ ഒരു ഹലോ വേൾഡിൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ കൗണ്ടർ ആപ്പ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതിന് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞില്ല. ഞാൻ ഒന്ന് ഫാസ്റ്റായിട്ട് വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എന്താണ് ജസ്റ്റ് ഒരു മൈനസ് ബട്ടൺ, ഒരു പ്ലസ് ബട്ടൺ, സെൻറ്ററിലൊരു ടെക്സ്റ്റ് വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. മൈനസ് കൊടുക്കുമ്പോൾ ടെക്സ്റ്റ് എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യണം. പ്ലസ് കൊടുക്കുമ്പോൾ ഇൻക്രീസ് ചെയ്യണം. ആ ഒരു ലെവലിലാണ് നമ്മൾ XML ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ജാവയിൽ പ്രോഗ്രാം ചെയ്യാം. ജാവയത്തത് ഞാൻ ഫസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്ത ശേഷം ഞാൻ ലാസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മേലെ നോക്കി കാണും, എററൊന്നുമില്ല. എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ജാവ കോഡ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കോഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബട്ട് അതിന് മുമ്പ് നമുക്ക് ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെയാണ്. നമ്മുടെ ഡിസൈനും കാര്യങ്ങളും XML ഒക്കെ ഓക്കെയാണ്. എററും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് റൺ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പോലെ റൺ ബട്ടൺ, അതായത് പ്ലേ ഐക്കൺ, അതായത് റണ്ണിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. റൺ ചെയ്ത് എന്താണ് ടാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് ഫ്രീ അക്കൗണ്ടാണ്. ഡെവലപ്പർ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുറേ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ക്രാക്ക്ഡ് വെർഷൻസ് ഒക്കെ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കിട്ടുമോ നോക്കുക ഫ്രീ ആയിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ കണ്ടിന്യൂ ഫ്രീ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ആപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നമ്മളെ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ,
ഓക്കെ, നമ്മളെ ആപ്പ് ഇതപ്പോൾ ഫുള്ളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒരു പ്ലസും മൈനസും ബട്ടൺ വർക്കിംഗ് ആണ്. നമ്മളെ ഇതൊക്കെ ചേഞ്ച് ആവേണ്ടത് നോക്കാം. ഓക്കെ, നമ്മളെ ആപ്പ് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. നമ്മളെ 2 ബട്ടൺ വർക്കാവുന്നുണ്ട്, കൗണ്ടർ പക്കായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ കോഡ് ഇനി ഒന്ന് നോക്കാം. ജസ്റ്റ് കോഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ജാവയിൽ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ബട്ടൺ ടെക്സ്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ആ സെയിം സംഭവമാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസൈൻ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 ബട്ടണും ഒരു ടെക്സ്റ്റ് വ്യൂ ആണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജാവയിൽ നമ്മൾ ബട്ടണും ടെക്സ്റ്റ് വ്യൂവും ക്രിയേറ്റ് ചെയ്തു. ഒരു ഇൻറ്റീജർ കൗണ്ട് ക്രിയേറ്റ് ചെയ്തു നമ്മളെ കൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് കണക്ട് ചെയ്തു. നമ്മൾ ആക്ഷൻ ബാറിൻ്റെ ടൈറ്റിൽ മാറ്റി കൗണ്ടർ ആപ്പ് എന്ന് കൊടുത്തു. പിന്നെ 2നും നമ്മൾ മൈനസ് ബട്ടണും പ്ലസ് ബട്ടണും ഓൺ ക്ലിക്ക് ലിസണർ കൊടുത്തു. അപ്പോൾ നമ്മുടെ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ടിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ആവും. അങ്ങനെ നമ്മുടെ കൗണ്ട് ഡിക്രീസ് ആവും. അതുപോലെ നമ്മൾ പ്ലസ് ബട്ടൺ കൊടുക്കുമ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്യും, കൗണ്ട് ഇൻക്രീസ് ആവും നമ്മൾ പ്ലസ് ബട്ടൺ നോക്കുമ്പോൾ. അത് നമ്മൾ ഈ ഒരു ജാവയിൽ കൊടുത്തിട്ടുള്ള ലോജിക്ക്, സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ എന്താണ്, ഓരോ ക്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ടെക്സ്റ്റ് വ്യൂവിൽ എന്താണ് സെറ്റ് ടെക്സ്റ്റ് ചെയ്യണം. നമ്മൾ കൗണ്ട് എന്ത് ചെയ്യാണ്, ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും സെറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ്. നമ്മളെ കൗണ്ട് സെറ്റ് ടെക്സ്റ്റിൽ നമ്മൾ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ കോഡ്. അപ്പോൾ ഗൈസ്, സിസ്റ്റം ഇല്ലാന്ന് കരുതിയിട്ട് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കണ്ട. പഠിക്കാൻ തുടങ്ങുക ഈ ഒരു ആപ്പ് വെച്ചിട്ട് ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ആപ്പിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്യൂട്ടോറിയൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.